ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ Q&A വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു മാനേജർ ഉണ്ടെന്ന്, സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ട്. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് ഇപ്പോൾ എന്തായാലും പോസിബിൾ അല്ല. ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റും മക്കളെ നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം കൂടി ആകുമ്പം പോസിബിൾ ആവില്ല. അപ്പോൾ ഞാൻ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് ഞാൻ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ തരുന്നുണ്ട് കേട്ടോ. അവർ വന്ന ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ കുക്കിംഗ് വ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം വീട്ടിലുള്ളവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പലരും അല്ല, വളരെ കുറച്ച് പേര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എടുക്കുന്നതും ഇതൊക്കെ ഭയങ്കര സിമ്പിളല്ലേ. മീൻസ് നമ്മൾ യൂട്യൂബേഴ്സിനും മീൻസ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കും, അതായത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്, അവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. കാരണം അവർക്ക് തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം മീൻസ് ഇന്നല്ല, മിക്ക ദിവസങ്ങളിലും നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് വേറെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ക്യുക്കായിട്ടുള്ള നല്ല പെട്ടെന്നുള്ള റെസിപ്പീസൊക്കെ വേണം, വെറൈറ്റി റെസിപ്പീസൊക്കെ വേണം. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അത് ഉണ്ടാക്കി വരുമ്പോഴേക്കും വൈകുന്നേരമാവും. പൊതുവേ ഉള്ള എല്ലാവരുടെയും ധാരണ, ഈവൻ നമ്മളെ ഫാമിലീസിൽ നിന്ന് തന്നെ പലരും പറയാറുണ്ട്, മീൻസ് നമ്മൾ വീട്ടിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കില്ല, നമ്മൾ ആ പണി ഈ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ പണി എന്താണെന്നുള്ളത് അവർ കാണുന്നില്ല. കാരണം ഫുഡ് ഉണ്ടാക്കല്ലേ, അതിനെന്താ ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കിയാൽ പോരെയെന്ന്. ഇനി എത്ര തന്നെ നമ്മൾ നേരത്തെ റെഡി ആയാലും അത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ മാറും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ബട്ടർ ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ഇവിടെ ചോറും കറിയൊക്കെ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് എടുക്കാം. എന്തായാലും ചോറും കറിയും റെഡിയാണ്. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഉച്ചത്തേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് റെഡി ആവില്ല. അപ്പോൾ എല്ലാവർക്കും വിശന്നിരിക്കേണ്ടി വരും, അങ്ങനെയുണ്ട്. അപ്പോൾ ആ പ്രശ്നം വേണമല്ലോ. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ബട്ടർ ചിക്കൻ്റെ ഈ റെസിപ്പി ഉണ്ടല്ലോ ഇതിൽ കാണിക്കുന്നത്, ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പിയാണ്. കാരണം ഇതാണ് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫസ്റ്റത്തെ റെസിപ്പി, ബട്ടർ ചിക്കൻ റെസിപ്പി. ഭയങ്കര ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോഴും എല്ലാവരും ആ റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ മെസ്സേജ് ആക്കാറുണ്ട് ആ റെസിപ്പി ഷെയർ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ. പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് ബട്ടർ ചിക്കൻ നെയ്ച്ചോറ് റെഡിയാവും. പക്ഷേ വീഡിയോ എടുക്കാനാവുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ വേണം, അവിടെ എടുക്കുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നോക്കാൻ. അതുപോലെ തന്നെ കുറേ പേര് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാ റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ പാത്രങ്ങളെല്ലാം സെറ്റാക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പാത്രങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ കിച്ചൺ എങ്ങനെ ഇരിക്കുന്നത്. ഒരു ബട്ടർ ചിക്കൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് കിച്ചൺ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. ഇത് തന്നെയാണ് ഒട്ടുമിക്ക ഫുഡ് വ്ലോഗേഴ്സിൻ്റെ അവസ്ഥ. അത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഫുഡ് കഴിക്കാനുള്ള മൂഡ് തന്നെയാണ് പോയി പോകും. പക്ഷേ ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, അവർക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാം. കഴിക്കുന്നവർക്ക്, ഉണ്ടാക്കുന്നവരുടെ കാര്യമായിട്ടോ പറയണത്. അങ്ങനെ പിന്നെ ബട്ടർ ചിക്കൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ബട്ടർ ചിക്കൻ ഐഷസ് കിച്ചൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ വിശദമായിട്ട് പറയണ്ട. സെയിം റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ടുള്ള ഇപ്പം 1 കിലോ ചിക്കനിലോട്ട് 3 സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഞാൻ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് കഴുകിയിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഒന്നാമത് മടിയാണ് തൊലി കളയാൻ, രണ്ടാമതായിട്ട് തൊലിയോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മണമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, നമുക്കൊരു റെസിപ്പി ചെയ്യുമ്പോഴേ കറക്റ്റ് അതിലേക്ക് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു പ്ലാന് വേണം. അല്ലെങ്കിൽ ആകെ മൊത്തം ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് നമ്മുടെ മാനേജറാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇങ്ങനെ സ്റ്റോർ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. കാരണം നമ്മളെ മൈൻഡ് ചിലപ്പം ബ്ലാങ്ക് ഔട്ട് ആവും. അത് ഇതുപോലെ ചെയ്യുന്നവർക്ക് അറിയുണ്ടാവണം. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ചിലപ്പം ചിലരൊക്കെ നമ്മൾ എന്താ പറയുക, യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒന്നും അല്ലാത്തവർ ചിലർ ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് വർക്ക് ആവുന്നില്ല. എന്താ പറയുക, ഉറക്കം വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്. പക്ഷെ എന്താ, നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാണ്. നമ്മൾ 24/7 വർക്കിംഗ് ആണ്. എന്നിട്ടും പലരും, ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറയില്ല, പലരും വീട്ടുകാരിൽ നിന്ന് തന്നെ പലരും പറയാണ്ട് എന്താ സിമ്പിളല്ലേ അങ്ങനെ ഇങ്ങനെയാണ്. സിമ്പിളല്ല കാര്യം. ഇതോട് കൂടിയിട്ട് കഴിയുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന മാത്രമേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ അത് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുത്ത് അത് പോസ്റ്റ് ചെയ്യണം. കാണുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലോട്ടും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനേക്കാളും ബ്ലാങ്ക് ഔട്ട് ആവും. യൂട്യൂബിലോട്ടും ഇൻസ്റ്റഗ്രാമിലോട്ടും കൂടി ഒരൊറ്റ മൊബൈലിൽ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടാണ്.
അപ്പം ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ മനസ്സിലാവും എങ്ങനെയാണിത് യൂട്യൂബിലോട്ട് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലോട്ട് എടുക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലോട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലോട്ട് നമ്മൾ പോർട്രേറ്റിൽ വേണം, അപ്പം കുറച്ച് വിട്ടിട്ട് എടുക്കണം. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറൊരു ഷോട്ട് എടുക്കണം. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാനിത് എന്നെ പൊക്കിക്കൊണ്ട് പറയില്ല, പക്ഷെ എന്നാലും മനസ്സിലാക്കണം പലരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്നത്. ഇതിനിടയ്ക്ക് റൂഹി ഇങ്ങനെ വന്ന് കരയുന്നുണ്ടാവും ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ നമുക്ക് സവോള വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, പിന്നെ അണ്ടിപ്പരിപ്പ് ഞാനിവിടെ തൊലിയുള്ള അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അതാണ് ഇവിടെ ഉള്ളത്. അത് തൊലി ഒന്ന് കളഞ്ഞിട്ട് കുറച്ചൊരു 12 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 കാശ്മീരി ചില്ലി കേട്ടോ. അധികം എരിവ് ഇവിടെ ഇഷ്ടമില്ല, പക്ഷേ കളറ് വേണം. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി ഞെട്ടി കളഞ്ഞിട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 3 സവോളയ്ക്ക് 4-5 തക്കാളി. എൻ്റെ 4 തക്കാളി ചെറുതായതുകൊണ്ട് ഞാനൊരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് തക്കാളി ആണെങ്കിൽ വളരെ നല്ലത്. നമ്മളെ ഇത് കറി മീൻസ് ബട്ടർ മസാല ഭയങ്കര അടിപൊളിയാവും കളറിന് കേട്ടോ. പിന്നെ അടുത്തത് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഒരു ബേസിക് ബട്ടർ മസാലയാണ് കേട്ടോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് തലേ ദിവസം ഉണ്ടാക്കി വെക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ അന്ന് ആ ബട്ടർ മസാല ചൂടാക്കി കൊടുക്കുക. അതിലോട്ട് കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ബട്ടർ ചിക്കൻ ആവും. അതിലോട്ട് പനീർ ഇട്ട് കൊടുത്താൽ പനീർ ബട്ടർ മസാലയാവും. അങ്ങനെ അപ്പം ആ ഒരു ബേസിക് ബട്ടർ മസാല എല്ലാത്തിലോട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു 1-2 ദിവസത്തേക്ക് നമുക്ക് സ്റ്റോറും ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിലോട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇൻസ്റ്റാഗ്രാമിലോട്ട് നമ്മൾ നേരെ കട്ട് ചെയ്യുക ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവും. കാണുമ്പോൾ ക്യുക്കായിട്ട് ഇങ്ങനെ പോകുന്ന കാണാമല്ലോ റെസിപ്പി വീഡിയോസ്. പക്ഷേ അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ചെയ്യാത്തവർക്ക് ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും എന്താ അപ്പോൾ അത് ഭയങ്കര സിമ്പിളല്ലേ എന്ന്. അങ്ങനെയല്ല, ഇതിന് പുറകെ ഭയങ്കര എഫേർട്ട് ഉണ്ട്. ഞാനൊന്നും അധികം എഫേർട്ട് എടുക്കുന്നില്ല, പക്ഷേ ചിലരുടെ വീഡിയോസ് കാണുമ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ആ സെറ്റിങ്ങിന് തന്നെ അത്യാവശ്യം സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതൊക്കെ മാറ്റണം, അങ്ങനെ കുറേ എഫേർട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ. പ്രൊമോഷൻ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ എടുക്കാൻ. കാരണം പെയ്ഡ് പ്രൊമോഷൻസ് തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ അതിനായിട്ട് മെനക്കെടണം. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ കൈപ്പറ്റുന്നത്. അപ്പോൾ എന്നിട്ട് അവർക്ക് റീച്ചും കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അവിടെ റെസിപ്പി എടുത്താൽ മാത്രം പോരാ, റീച്ചും കിട്ടണം. ഓക്കെ, കുക്കറിൽ ബട്ടർ ഞാനൊരു 100 ഗ്രാമിൻ്റെ അടുത്ത് ബട്ടർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറിലാണ് നമ്മൾ ഈ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് സവോള 3 സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് സ്ലൈസ് ചെയ്യണമെന്നില്ല, ഒരു മീഡിയം സ്ലൈസ്ഡ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള വല്ലാണ്ട് കുക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, ഒന്നുകൊണ്ട് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അതിലോട്ട് തക്കാളി 5 കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഡ്രൈഡ് ചില്ലി, അത് കാശ്മീരി ചില്ലി കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കമ്പൈൻ ആക്കുക. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇത് ഒരു 5 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പും ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എല്ലാം കൂടി ചേർത്തിട്ട് കമ്പൈൻ ആക്കിയിട്ട് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട, ഒരു 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ റെഡിയാക്കി വെച്ചതെല്ലാം പാത്രങ്ങളൊന്നും കഴുകണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും എന്താ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നുള്ളത്. എനിക്കാണെങ്കിൽ പിന്നെ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് ഓൾറെഡി ഇവിടെ ഉള്ള ആദ്യത്തെ നമ്മുടെ ഹെൽപ്പർ റുക്യാമു റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു ലാഭം കിട്ടി. മറ്റേത് ചില ദിവസങ്ങളിൽ റുക്യാമു എനിക്ക് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തരാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സമാധാനമാണ്. പിന്നെ അവളുള്ള സമയത്താണെങ്കിൽ ഇതിപ്പോൾ അവൾ പോയ സമയത്താണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകണം. ഉള്ള സമയത്ത് നമുക്ക് നമ്മൾ വീട്ടിലോട്ടുള്ള ഫുഡ് ഉണ്ടാക്കൽ തന്നെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ വെറൈറ്റി ഫുഡ് കുക്കിങ്ങിന് നമ്മളെല്ലാവരും കഴിക്കുന്ന സമയത്ത് നടക്കില്ല. ഞാൻ ആദ്യം വിചാരിക്കും ഒരു രാവിലെ ഒരു 10 മണി മുതൽ തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ഒരു 2 മണിയാകുമ്പോഴേക്കും റെഡി ആവുമായിരിക്കും. പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, നെയ്ച്ചോറിലോട്ട് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. എത്ര കപ്പ് വെള്ളം എടുത്തെന്ന് ആലോചിക്കുകയാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് അതും എല്ലാം നമ്മൾ ചിന്തിക്കണേ. പിന്നെ ചിക്കനിലോട്ട് എന്താ മാരിനേഷന് ഒന്നും കൂടി നോക്കിയായിരുന്നു. കാരണം എൻ്റെ ആ റെസിപ്പി കറക്റ്റ് റെസിപ്പിയാണ്. മീൻസ് മെഷർമെൻറ്റ്സൊക്കെ ഭയങ്കര കറക്റ്റ് ആക്യുറേറ്റ് ആണ്.
അപ്പോൾ അതുകൊണ്ട് സെയിം തന്നെ ഞാൻ തന്നെ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് നോക്കും ആ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇട്ടാൽ നമുക്കിങ്ങനെ ഓർത്തിരിക്കണം എന്നൊന്നുമില്ലല്ലോ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു, നാളെ നമ്മളെ കൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ റെസിപ്പീൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളത് കാണാപ്പാഠം പഠിച്ചതൊന്നുമില്ല, നമ്മളിങ്ങനെ റെഡിയാക്കിയപ്പം ആ മെഷർമെൻറ്റ്സ് നമ്മൾ ഓർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മളെ വീഡിയോസ് തന്നെ കണ്ടിട്ടായിരിക്കും നമ്മൾ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കണത് അല്ലേ. ഞാൻ ചില റെസിപ്പീസ് മാത്രമേ എനിക്ക് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ്സ് കിട്ടുന്നുണ്ടാവുള്ളൂ, ബാക്കി ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെന്താ, അങ്ങനെ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ചിക്കനൊരു ചെറിയ കഷ്ണമാക്കുന്നതായിരിക്കും നല്ലത്, എന്നാലും നല്ല വൃത്തിയിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ബട്ടർ ചിക്കനിലോട്ടിട്ടെ. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, എനിക്ക് ഞാനുണ്ടാക്കിയൊന്നും പറയില്ല കേട്ടോ, എനിക്ക് എൻ്റെ ബട്ടർ ചിക്കനാണ് ഇഷ്ടം ടേസ്റ്റ് വൈസ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബട്ടർ ചിക്കനിലൊരു വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ബട്ടർ മസാലയിലോട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വെച്ചു ബട്ടർ മസാല റെഡിയാക്കാനുള്ളത്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനുള്ളത് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് അധികം മസാലപ്പൊടികളൊന്നും ആവശ്യമില്ല. മുളക് പൊടി 2 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ തൈര് 2 ടേബിൾ സ്പൂണ്. ഇത് മാത്രം ആക്കിയിട്ട് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും ചേർക്കണ്ട കേട്ടോ, അത് മാത്രം ചേർത്താൽ മതി. കുറച്ചുകൂടി തൈര് ചേർത്തിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, മൈദ. ചിക്കനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് മൈദ ചേർക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ. കറക്റ്റ് മെഷർമെൻറ്റ്സ് വേണമെങ്കിൽ ഐഷാസ് കിച്ചൻ ബട്ടർ ചിക്കൻ റെസിപ്പിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതിയിട്ട് യൂട്യൂബിൽ തന്നെ. അപ്പോൾ ഇതാ മാരിനേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമ്മൾ ഒരുപാട് കോട്ടിങ് എടുക്കണ്ട, എന്നാലും അത്യാവശ്യം കോട്ടിങ് വേണം, എന്നാലേ നമുക്ക് ആ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ ബട്ടർ ചിക്കൻ കറി ഗ്രേവിക്ക് കേട്ടോ. അപ്പോൾ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടി കമ്പൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഫ്രൈ ആക്കാനും ബട്ടർ എടുക്കാം, പക്ഷേ ബട്ടർ നമുക്കിപ്പം എന്താ പറയുക, എൻ്റെ അടുത്ത് ഉണ്ട് ബട്ടർ, പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഓയിലിൽ ഫ്രൈ ആക്കാം. കാരണം ചിക്കന് ഫ്രൈ ആക്കിയാൽ എന്തൊക്കെ വന്നാലും ടേസ്റ്റാണ്, പക്ഷേ ബട്ടറിൽ ഫ്രൈ ആക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫ്ലേവർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ബട്ടർ മസാലയിലോട്ടുള്ള ഗ്രേവി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗ്രേവി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പേസ്റ്റ് അല്ല, നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ, ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ അത്. അന്നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം. വീണ്ടും ഞാൻ ആലോചിക്കുന്നത് എത്ര കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെക്കുന്നത്, എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് എന്നുള്ളത്. കാരണം വെള്ളത്തിൻ്റെ അളവ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ആക്യുറേറ്റ് ആവണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചില സമയത്ത് ബ്ലാങ്ക് ഔട്ട് ആവും. അപ്പോൾ സത്യത്തിൽ ഇതൊന്നും എൻ്റെ വീഡിയോസിൽ പെടേണ്ടതല്ല, പക്ഷേ ഇന്നിപ്പം നമ്മൾ മാനേജർ വീഡിയോ അവളാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വീഡിയോയിൽ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അതൊക്കെ എടുക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എത്ര നേരമായെന്നറിയോ, ഒരു 1.5 മണിക്കൂറിന് മേലെയായി നമ്മൾ വീഡിയോസൊക്കെ ഇതാക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കും, അങ്ങനെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോകും ഇപ്പുറത്തേക്ക് വരും അങ്ങനെ. പിന്നെന്താ, അതൊക്കെ ഞാൻ വീഡിയോയിൽ പെടുത്തണം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നമ്മളെ റെസിപ്പിയിൽ നിന്ന് നമ്മൾ വഴിതിരിഞ്ഞ് പോയ പോലെ ആവും, അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നെയ്ച്ചോറിലോട്ട് എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത്, അതിൻ്റെ ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ഇങ്ങനെയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുക്കും നെയ്ച്ചോറിലോട്ട് കേട്ടോ, ഈ ജീരകശാല റൈസ് ആണെങ്കിൽ. എന്നിട്ട് മൊത്തത്തിൽ ഇപ്പം ഞാനൊരു 3 കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ ഞാൻ ഒരു 4.5 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് എനിക്ക് ശരിക്കും വേണ്ടത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണെങ്കിൽ 4.5 കപ്പ്, 3 കപ്പിന് 4.5 കപ്പാണ് വേണ്ടത്. ഞാൻ ഒരു 1/2 കപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും, അപ്പോൾ കറക്റ്റായിട്ടുള്ള വേവിലായിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു 1/2 കപ്പ് എക്സ്ട്രാ എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ 1/2 കപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അരി കഴുകണം. അരി പിന്നെ നേരത്തെ തന്നെ കഴുകി സോക്ക് ചെയ്യാനൊന്നും വെക്കരുത് കേട്ടോ, അപ്പോൾ അരി കുതിർന്നു പോവും, അപ്പോഴും പ്രശ്നമുണ്ട്. നമ്മൾ അരി എപ്പോഴാണോ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആ സമയത്ത് കഴുകിയിട്ട് നേരെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഭയങ്കര കാര്യമായിട്ടുള്ള നെയ്ച്ചോറൊന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് വീഡിയോ പർപ്പസിനായിട്ട് മാത്രം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്, നെയ്യ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടില്ല. പിന്നെന്താ, ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് അതും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആക്കിയെടുത്തു. കാരണം എനിക്ക് മെയിൻ നമ്മുടെ ഡിഷ് ഇൻസ്റ്റഗ്രാമിൽ കാണിക്കാനുള്ളത് ബട്ടർ ചിക്കൻ ആയിരുന്നു.
അപ്പോൾ ബട്ടർ ചിക്കൻ്റെ സൈഡായിട്ട് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് പേസ്റ്റാക്കി എടുക്കണം. നമ്മളെ ബട്ടർ മസാല പേസ്റ്റാക്കി എടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് എടുക്കട്ടോ, വെള്ളം ചേർക്കാണ്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് വെള്ളം ചേർത്തിട്ട് അരിപ്പയിലൂടെ അരിച്ചു എടുക്കണം കേട്ടോ. ചിലർ ബട്ടർ മസാല റെഡിയാക്കിയിട്ട് അത് നേരെ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് അരിപ്പയിലൂടെ അരിച്ചിട്ടെടുക്കണം, അപ്പോഴാണ് നല്ല ക്രീമി പരുവത്തിൽ കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം തിളപ്പിക്കാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഫോണിലൂടെ കാണുന്ന കളറല്ല, ശരിക്കും നല്ല രസമുള്ള ഒരു ഓറഞ്ച് റെഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്, നമ്മൾ നെയ്ച്ചോറിലോട്ട്. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് അവിടെ ഇതിൻ്റെ സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എടുക്കണം. ഇൻസ്റ്റഗ്രാമിലോട്ടും യൂട്യൂബിലോട്ടും കൂടി എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരു സാവകാശം കിട്ടില്ല. വേഗം ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബട്ടർ മസാലയിലോട്ട് ഉള്ള മസാല റെഡി ആയിട്ടുണ്ട്. അത് അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. കുറേശ്ശെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്കുക, അത് ഭയങ്കര തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിപ്പയിലൂടെ നന്നായിട്ടുണ്ട് പോരണം. കാരണം ഈ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഉണക്കമുളകൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ആ ഒരു കുരുവൊക്കെ അതിൽ പെടും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ആ ഒരു എന്താ പറയുക, നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ലേ അങ്ങനെ പേസ്റ്റാക്കി എടുക്കുമ്പം, അതുണ്ടാവില്ല. ഒരു ക്രീമി പരുവം കിട്ടണമെങ്കിൽ ഇതുപോലെ അരിപ്പിലൂടെ അരച്ചെടുക്കുക. അത് ഇത്രയും വേസ്റ്റാണ് വരുന്നത്, കാണിച്ചു തരാം. ആ ലാസ്റ്റ് ഭയങ്കര തിക്കായിട്ടുള്ള വേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നെയ്യിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പ്ലേറ്റിലിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പാത്രത്തിലോട്ട് ചൂടാക്കി എടുക്കണം. അത് ഇപ്പം നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തിട്ടുള്ള ബട്ടർ മസാലയാണ്, എന്നാൽ പോലും നമ്മളൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളക്കട്ടെ. പിന്നെ ഫ്രഷ് ക്രീം, മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ തന്നെ മാറി വന്നാൽ കണ്ടോ. എരിവ് അധികം ഇല്ല കേട്ടോ. എരിവ് വേണമെന്നുള്ളവർക്ക് മറ്റേ മുളക് ഡ്രൈഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ട് കസൂരി മേത്തി നിർബന്ധമാണ്. കസൂരി മേത്തി ഇടുമ്പോഴാണ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മാറുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബട്ടർ മസാല മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഉമ്മാക്കാണ്, ഇക്കാട് ഉമ്മാക്കാണ്. ഉമ്മ ചിക്കൻ കഴിക്കില്ല, അപ്പോൾ ഉമ്മാക്ക് അതിലോട്ട് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് ചിക്കന് വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇതിലോട്ട് ഇനിയും വെള്ളം ഒഴിക്കാനുണ്ട്. കാരണം കണ്ടോ ആ ഒരു ഗ്രേവി ഭയങ്കര തിക്കായത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആക്കിയെടുക്കുക. നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് വന്നിട്ടുള്ളത്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് നന്നായിട്ട് കമ്പൈൻ ആക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഫ്രഷ് ക്രീം നേരെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ കട്ട കുത്തി കിടക്കും. അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബൗളിലാക്കിയിട്ട് നന്നായിട്ട് കമ്പൈനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കമ്പൈൻ ആവുക. ഇനി ഈ ഒരു സ്റ്റേജിൽ ടേസ്റ്റ് നോക്കുക, ഉപ്പ്, പുളി, പഞ്ചസാര ഇതൊക്കെ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ബട്ടർ മസാല റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യുക്കായിട്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം 2 ദിവസത്തിനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ കളർ തന്നെ കണ്ടു, നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കളറൊന്നും എക്സ്ട്രാ ഫുഡ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്താൽ നമ്മൾ ബട്ടർ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർബാണ്. ചിലർ സ്മോക്കി ഫ്ലേവർ കൊടുക്കാറുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കലുകൊണ്ട് ഞാനിത് സെർവ് ചെയ്യുന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മണം വന്നപ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഉരുള ഞാൻ തന്നെ കഴിച്ചു, കാരണം വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇങ്ങനെ കൊടുത്തിട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.